നമസ്കാരം. പടവുകളുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. UGC NET പേപ്പർ 1 മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്ന യൂണിറ്റിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പെർസെൻറ്റേജ് നന്നായിട്ട് അറിയുന്നവർക്ക് വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ കഴിയും. അതല്ലെങ്കിൽ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടും നിങ്ങൾക്കിത് സോൾവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏതാണ് എളുപ്പമെന്ന് തോന്നുന്നത് ആ മെത്തേഡ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ പ്രധാനമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത് എന്ന് നോക്കാം. ഇതിൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതിനേക്കാൾ ഉപരി ഇതിൽ എന്താണ് പ്രോഫിറ്റ്, എന്താണ് ലോസ്, അത് പെർസെൻറ്റേജുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ കഴിയും. അതല്ല ഇക്വേഷൻസ് മാത്രം പഠിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം എന്ന് കരുതുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് കോസ്റ്റ് പ്രൈസ്, എന്താണ് സെല്ലിംഗ് പ്രൈസ്, അതേപോലെ തന്നെ പ്രോഫിറ്റ്, അഥവാ ചിലപ്പോൾ ഗെയിൻ എന്ന് പറയാം, അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയാം, പിന്നെ ലോസ് എന്താണ് എന്നതൊക്കെ നിങ്ങൾ തുടക്കത്തിൽ തന്നെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ നോക്കണം. ഏതൊരു ബിസിനസ്സിലാണെങ്കിലും പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതായത് ലാഭവും നഷ്ടവും കണക്കെടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഓരോ ബിസിനസ്സും മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ചെറിയ കച്ചവടക്കാരുടെ കാര്യം എടുക്കാം. അവർ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ വളരെ ചുരുങ്ങിയ വിലയിൽ ഒരു സ്ഥലത്ത് നിന്നും വാങ്ങിച്ചിട്ട് അതിന് കുറച്ചുകൂടി വില കൂട്ടി വിറ്റിട്ടാണ് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നത്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ പ്രൈസ് അറ്റ് വിച്ച് എ പ്രോഡക്റ്റ് ഈസ് പർച്ചേസ്ഡ്. ഇപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു 30 രൂപയുടെ നോട്ട്ബുക്ക്, അതായത് നോട്ട്ബുക്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ 30 രൂപയുടെ ഒരു നോട്ട്ബുക്ക് വാങ്ങിക്കുകയാണ്. എന്നിട്ട് നമ്മളത് ഒരു 5 രൂപ കൂട്ടിയിട്ട് വിൽക്കുകയാണെങ്കിൽ 35 രൂപയ്ക്ക് മറ്റൊരാൾക്ക് വിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്താണ്? നമ്മൾ എത്ര രൂപയ്ക്കാണോ വാങ്ങിച്ചത് അതാണല്ലോ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അതായത് 30 രൂപയാണ് ഇവിടെ കോസ്റ്റ് പ്രൈസ്. ഇനി സെല്ലിംഗ് പ്രൈസ് എന്താണ്? നമ്മളിപ്പോൾ വിറ്റത് 35 രൂപയ്ക്കാണ്. അതായത് പ്രൈസ് അറ്റ് വിച്ച് എ പ്രോഡക്റ്റ് ഈസ് സോൾഡ്, അതാണ് സെല്ലിംഗ് പ്രൈസ്. പിന്നെ പറയാനുള്ളത് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻ ആണ്. ഇഫ് ദ സെല്ലിംഗ് പ്രൈസ് ഈസ് മോർ ദാൻ കോസ്റ്റ് പ്രൈസ്, അത് പ്രോഫിറ്റ് ആണ് അഥവാ ഗെയിൻ ആണ്. ഇപ്പോൾ നമ്മൾ 30 രൂപയ്ക്ക് വാങ്ങിച്ചു, 35 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ പ്രോഫിറ്റ് എന്താണ്? 5 രൂപ അവിടെ പ്രോഫിറ്റാണ്. അപ്പോൾ 5 രൂപയുടെ ഗെയിൻ ആണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാവണമെങ്കിൽ എന്താണ്? സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസിനേക്കാളും കൂടുതലായിരിക്കണം. ഇവിടെ സെല്ലിംഗ് പ്രൈസ് ഗ്രേറ്റർ ദാൻ കോസ്റ്റ് പ്രൈസ് ആണെങ്കിലാണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായി എന്ന് പറയാൻ പറ്റുക. അതായത് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ പറഞ്ഞത് 35 രൂപയാണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ്. അതേപോലെ തന്നെ 30 രൂപയ്ക്കാണ് നമ്മൾ ഇത് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് എന്താണ്? 5 റുപ്പീസാണ്. 35 മൈനസ് 30, അപ്പോൾ 5 റുപ്പീസാണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇനി പറയാനുള്ളത് ലോസ് ആണ്. ഇവിടെ 30 രൂപയ്ക്ക് വാങ്ങിച്ച നോട്ട്ബുക്ക് നമ്മൾ 25 രൂപയ്ക്കാണ് അല്ലെങ്കിൽ 28 രൂപയ്ക്കാണ്, 30 രൂപയേക്കാളും കുറഞ്ഞ ഒരു പൈസക്കാണ് വിൽക്കുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് ലോസ് ആയിരിക്കുമല്ലോ. ഇഫ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ് ഈസ് ലെസ് ദാൻ ദ കോസ്റ്റ് പ്രൈസ്, അപ്പോൾ ഉണ്ടാകുന്നത് ലോസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ കോസ്റ്റ് പ്രൈസ് 30 രൂപയാണ്, നമ്മൾ വാങ്ങിച്ചത് 30 രൂപയ്ക്കാണ്. ഇനി 25 രൂപയ്ക്കാണ് വിൽക്കുന്നതെങ്കിൽ 5 രൂപയുടെ ലോസ് ആണ് ഉണ്ടാകുന്നത്. ഇവിടെ എന്താണ്? പ്രോഫിറ്റാണ് ഉണ്ടായത്. അപ്പോൾ ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അതായത് CP ഗ്രേറ്റർ ദാൻ SP. കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസിനേക്കാളും കൂടുതലാണ്. അതായത് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വൽ പ്രൈസ്, നമ്മൾ എത്ര രൂപയ്ക്കാണോ വാങ്ങിച്ചത് അതിനേക്കാളും കുറഞ്ഞൊരു പൈസയാണ് സെല്ലിംഗ് പ്രൈസ് എങ്കിലാണ് നമ്മളതിനെ ലോസ് എന്ന് പറയുന്നത്. അപ്പോഴാണ് നമുക്ക് ലോസ് ഉണ്ടാകുന്നത്. നമുക്ക് എത്ര രൂപയ്ക്കാണോ വാങ്ങിച്ചത് അതിനേക്കാളും കൂടുതലായിരിക്കണമല്ലോ സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് അതിനേക്കാളും കുറഞ്ഞതായിരിക്കുമ്പോഴാണ് നമുക്ക് ലോസ് ഉണ്ടാകുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. അതായത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്താണ്, ലോസ് പെർസെൻറ്റേജ് എന്താണ് എന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് പെർസെൻറ്റേജ് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രോഫിറ്റ് എന്താണ്, ലോസ് എന്താണ്, കോസ്റ്റ് പ്രൈസ് എന്താണ്, സെല്ലിംഗ് പ്രൈസ് എന്താണ്, ഈ ഒരു കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ മതി. ഈ ഇക്വേഷൻസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് പെർസെൻറ്റേജ് നന്നായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ സോൾവ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷൻസൊക്കെ പഠിച്ചിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്താണ്? പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ CP ഇൻറ്റു 100 ആണ്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അറിയാം SP മൈനസ് CP ആണ്.
അപ്പോൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടെത്താം. അപ്പോൾ ഈ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? CPയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് എത്ര പെർസെൻറ്റേജ് ആണ് എന്നതാണ് നമ്മൾ കണ്ടെത്തുന്നത്. അതുപോലെ തന്നെ ലോസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നമുക്കുണ്ടായിട്ടുള്ള ലോസ് ഇതിനെ സംബന്ധിച്ചിടത്തോളം, ഈ കോസ്റ്റ് പ്രൈസിനെ സംബന്ധിച്ചിടത്തോളം എത്ര പെർസെൻറ്റേജ് ആണ് എന്നതാണ് ലോസ് പെർസെൻറ്റേജിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് കണ്ടെത്താനായിട്ട് ലോസ് എന്താണെന്നും പ്രോഫിറ്റ് എന്താണെന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ഓർക്കേണ്ട കാര്യമില്ല. ഇത് തന്നെയാണിത്. P എന്ന് പറഞ്ഞാൽ SP - CP ആണ്. അപ്പോൾ ഇത് ഓർത്താൽ മതി. P divided by CP into 100 എന്നും L divided by CP into 100 എന്നും. ഇനി if there is a profit or gain in the deal, SP എന്താണെന്നും CP എന്താണെന്നും കാണാനുള്ള ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലോസ് ആണെങ്കിൽ അവിടെ SP എന്താണെന്നും CP എന്താണെന്നും കാണാനുള്ള ഇക്വേഷനും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വളരെ കൺഫ്യൂസിങ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടാണ് ഇക്വേഷൻസ് ഓർത്തെടുക്കാനെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, നിങ്ങൾ ഏറ്റവും നല്ലത് നിങ്ങൾ പെർസെൻറ്റേജ് നിങ്ങൾക്ക് ശരിക്കും അറിയില്ലെങ്കിൽ പെർസെൻറ്റേജിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കണ്ട് പെർസെൻറ്റേജ് എങ്ങനെയാണ് എളുപ്പത്തിൽ കാണാമെന്നും എങ്ങനെ മനസ്സിലാക്കാം എന്നതൊക്കെ നന്നായിട്ടൊന്ന് നോക്കിയതിന് ശേഷം പ്രോഫിറ്റ് ആൻഡ് ലോസിൽ പെർസെൻറ്റേജ് അപ്ലൈ ചെയ്തിട്ട് ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും എളുപ്പമെന്ന് എനിക്കും തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇതിപ്പോൾ പെർസെൻറ്റേജ് യൂസ് ചെയ്തിട്ടാണെങ്കിലും ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണെങ്കിലും ഇത് ഏത് രീതിയിലാണ് നിങ്ങൾ സോൾവ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 100+ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓഫ് CP, അതായത് CPയുടെ എപ്പോഴും CP എന്ന് പറയുന്നത് നമ്മൾ 100 ആയിട്ടാണ് എടുക്കേണ്ടത്. ഇപ്പോൾ 100 രൂപയാണ് നമ്മുടെ CP എങ്കിൽ 100 റുപ്പീസ് ആണെങ്കിൽ ഇവിടെ CP എന്ന് പറയുന്നത് 100% ആണല്ലോ. ഇനി അതിൻ്റെ 150 രൂപയ്ക്കാണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് 150 റുപ്പീസ് ആണെങ്കിലും ഇവിടെ 100-നേക്കാളും ഉയർന്നൊരു പെർസെൻറ്റേജ്, അതായത് 150 എന്ന് പറഞ്ഞാൽ 100-ൻ്റെ എത്ര 150% തന്നെയാണല്ലോ. 150% ഓഫ് CP, അതായത് 100-ൻ്റെ 150% ആണ് ഈ SP, നമ്മുടെ 150 എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ CP. ഇവിടെ നമുക്ക് ഈ ഒരു എക്സാമ്പിളിൽ നമുക്കുണ്ടായിട്ടുള്ളത് പ്രോഫിറ്റ് ആണല്ലോ. CP നമ്മൾ 100 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുള്ള ഒരു സാധനം നമ്മൾ 150 റുപ്പീസിന് വിൽക്കുകയാണ്. അപ്പോൾ 50 രൂപയുടെ ലാഭം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 50% ആണ്. 50% പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര CPയുടെ എത്രയാണ് SP എന്ന് ചോദിക്കുമ്പോൾ 150% ഓഫ് CP ആണ് SP. അപ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? 100 + 50% പ്രോഫിറ്റ്, അതാണ് 150%. അതാണ് ഇവിടെ പറയുന്നത്. 100+ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓഫ് CP ആണ് SP. ഇവിടെ മനസ്സിലായല്ലോ, SP എന്ന് പറയുന്നത് 150 റുപ്പീസ് ആണ്. അത് എന്താണ് 100 + 50, ഇവിടെ 50% ആണ്. ഇപ്പോൾ 150 - 100 ആണല്ലോ നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതായത് 50 റുപ്പീസ് ആണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായിട്ടുള്ളത്. ഇത് CP എന്ന് പറയുന്നത് 100% എന്ന് പറഞ്ഞാൽ 100 റുപ്പീസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ 100-നും 50-ക്കും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 50 റുപ്പീസ് ആണ്. അപ്പോൾ ഈ 50 റുപ്പീസ് ആണ് ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ആയിട്ടുള്ളത്. ഈ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 100 എന്ന കോസ്റ്റ് പ്രൈസിൻ്റെ 50% ആണ് പ്രോഫിറ്റ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് 100% ആണ്, പിന്നെ 50% എന്താണ്? പ്രോഫിറ്റ് ആണ്. അപ്പോൾ അതാണ് ഇവിടെ 100 + 50% ഓഫ് 100 ആണ്. അതായത് 150% ഓഫ് 100 എന്ന് പറഞ്ഞാൽ 150 ആണല്ലോ. അതാണല്ലോ ഇവിടെ SP. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഇനി ലോസ് ആണെങ്കിൽ 100 - ലോസ് പെർസെൻറ്റേജ് ഓഫ് CP. ഇനി ഈ 100 രൂപയുടെ സാധനം നമ്മൾ 50 രൂപയ്ക്കോ 80 രൂപയ്ക്കോ ഒക്കെ വിൽക്കുകയാണെങ്കിൽ 100-ൽ നിന്നും ഇതുപോലെ തന്നെ ലോസ് പെർസെൻറ്റേജ് എത്രയാണെന്ന് മനസ്സിലാക്കി അത് മൈനസ് ചെയ്തിട്ട് CPയുടെ ആ ഒരു പെർസെൻറ്റേജ് ആയിരിക്കും നമ്മുടെ SP. ഇത് ശരിക്കും ക്ലിയർ ആവാനായിട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു ബാഗ് കാണാം. ഇത് 500 രൂപയുടെ ബാഗാണ്. അപ്പോൾ നമുക്ക് ഇത് 500 രൂപ കൊടുത്ത് നമ്മൾ വാങ്ങിച്ചു. ഇനി ഇത് 600 രൂപയ്ക്ക് നമ്മൾ വിൽക്കുകയാണ്. അപ്പോൾ എന്താണ് ഇവിടെ കോസ്റ്റ് പ്രൈസ്? അതായത് നമ്മൾ വാങ്ങിച്ചത് എത്ര രൂപയ്ക്കാണോ അതാണ് കോസ്റ്റ് പ്രൈസ്. അത് 500 റുപ്പീസാണ്. ഇനി സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ എത്ര രൂപയ്ക്കാണോ ഇത് വിൽക്കുന്നത് അതാണ് ഇവിടെ സെല്ലിംഗ് പ്രൈസ്.
അത് 600 റുപ്പീസ് ആണല്ലോ. ഇനി പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ വാങ്ങിയ വിലയും വിൽക്കുന്ന വിലയും തമ്മിലുള്ള വ്യത്യാസം. അതായത് നമുക്ക് എത്രയാണോ ലാഭം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ 500 രൂപയ്ക്ക് വാങ്ങിച്ചൊരു സാധനം 600 രൂപയ്ക്ക് വിൽക്കുമ്പോൾ നമുക്ക് 100 രൂപയുടെ ലാഭം ഉണ്ടായല്ലോ. അപ്പോൾ അതാണല്ലോ നമ്മുടെ ലാഭം, അതായത് പ്രോഫിറ്റ്. അതായത് സെല്ലിംഗ് പ്രൈസ് 600 മൈനസ് കോസ്റ്റ് പ്രൈസ് 500, അതായത് 100 റുപ്പീസാണ് നമുക്കിവിടെ പ്രോഫിറ്റ്. ഇനി ഇതേ സ്ഥാനത്ത് നമ്മൾ ഓക്കെ, അത് ലോസിൻ്റെ കാര്യം നമുക്ക് പിന്നീട് പറയാം. ഇനി പ്രോഫിറ്റ് നമുക്ക് 100 രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ. ഇനി നമുക്ക് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണണം. പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ CP ഇൻറ്റു 100 ആണല്ലോ. അപ്പോൾ ഇത് കാണാനായിട്ട് നമുക്ക് എത്രയാണ് പ്രോഫിറ്റ് ഉണ്ടായത്? 100 ആണല്ലോ. 100 ഡിവൈഡഡ് ബൈ നമ്മുടെ CP എത്രയാണ്? 500 റുപ്പീസാണ് ഇൻറ്റു 100. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്യാം. 100/5 എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പോൾ 20% ആണ് നമുക്ക് ഉണ്ടായിട്ടുള്ള പ്രോഫിറ്റ്. അതായത് നമ്മുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 20% ആണ്. ഇനി നമുക്ക് ഇവിടെ ലോസ് ആണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ, അതായത് 500 രൂപയ്ക്ക് വാങ്ങിച്ച ബാഗ് നമ്മളൊരു 400 രൂപയ്ക്കാണ് വിറ്റതെങ്കിൽ 400 റുപ്പീസിന് വിൽക്കുകയാണ്. അതായത് നമ്മുടെ സെല്ലിംഗ് പ്രൈസാണിത്. ഓക്കെ, അപ്പോൾ 400 രൂപയ്ക്കാണ് നമ്മൾ ഇത് CP എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ 400 രൂപയ്ക്കാണ് നമ്മളിത് വിൽക്കുന്നതെങ്കിൽ നമ്മുടെ കോസ്റ്റ് പ്രൈസ് സെയിം തന്നെയാണ്. നമ്മൾ 500 രൂപയ്ക്കാണ് വാങ്ങിച്ചിട്ടുള്ളത്. സെല്ലിംഗ് പ്രൈസ് ഇവിടെ മാറി 400 റുപ്പീസായി. ഇനി നമുക്ക് ഇവിടെ പ്രോഫിറ്റ് ആണോ ഉണ്ടാവുന്നത്? അല്ലല്ലോ, ഇവിടെ ലോസ് ആണ് ഉണ്ടാവുന്നത്. ഇവിടെ പ്രോഫിറ്റ് ആയിരുന്നു, സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസിനേക്കാളും കൂടിയതായതുകൊണ്ട്. ഇനി ഇവിടെ സെല്ലിംഗ് പ്രൈസ് എന്താണ്? കോസ്റ്റ് പ്രൈസിനേക്കാളും കുറവാണ്. അപ്പോൾ ലോസ് ഉണ്ടായി. എത്രയാണ്? 500 രൂപയുടെ സാധനം 400 രൂപയ്ക്ക് വിൽക്കുമ്പോൾ നമുക്ക് 100 രൂപയുടെ ലോസ് ഉണ്ടായി. അപ്പോൾ 100 റുപ്പീസാണ് ലോസ് ഉണ്ടായിട്ടുള്ളത്. ഇനി ലോസ് പെർസെൻറ്റേജ് എത്രയാണ്? ലോസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോസ് ഡിവൈഡഡ് ബൈ CP ഇൻറ്റു 100 ആണല്ലോ. അതായത് 100 ഡിവൈഡഡ് ബൈ 500 ഇൻറ്റു 100. നേരത്തെ പോലെ തന്നെ 20% തന്നെയാണ് ഇവിടെയും ലോസ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ലോസ് പെർസെൻറ്റേജും പ്രോഫിറ്റ് പെർസെൻറ്റേജ് എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് എന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ ഇക്വേഷനൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. നമുക്ക് ഇപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജും പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടെത്താനും ലോസ് എത്രയാണെന്ന് കണ്ടെത്താനും നമുക്ക് ഇക്വേഷൻസിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. നമുക്ക് വാങ്ങിയ വിലയിനേക്കാളും എത്ര രൂപയുടെ വ്യത്യാസമാണ് വിറ്റത്, അത് കുറവായാലും കൂടിയതായാലും എത്രയാണ് വ്യത്യാസം എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് എന്താണ്, ലോസ് എന്താണ് എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ആ കിട്ടിയ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് നമ്മുടെ കോസ്റ്റ് പ്രൈസിനെ സംബന്ധിച്ചിടത്തോളം എത്ര ശതമാനമാണ് എന്ന് കണ്ടെത്തിയാൽ മതിയല്ലോ. അതായത് ഇവിടെ നമ്മൾ നേരത്തെ പെർസെൻറ്റേജിൻ്റെ കാര്യം പറയുമ്പോൾ പറഞ്ഞാലേ, നമുക്കിപ്പോൾ ഏതുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്? CP ആയിട്ട്, അതായത് കോസ്റ്റ് പ്രൈസുമായിട്ടാണ് നമുക്ക് കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് 500 രൂപയാണ്. ഇനി നമുക്ക് പ്രോഫിറ്റ് അല്ലേ, അപ്പോൾ പ്രോഫിറ്റ് എത്രയാണ്? 100 രൂപയാണ്. അപ്പോൾ 100 രൂപ 500ൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് എന്നല്ലേ നമ്മൾ ശരിക്കും കണ്ടെത്തുന്നത്. അതിനിവിടെ P ഡിവൈഡഡ് ബൈ CP ഇൻറ്റു 100 എന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ CPനെ സംബന്ധിച്ചിടത്തോളം എത്ര ശതമാനമാണ്, അതാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. അത് മാത്രം ഓർത്താൽ മതി. അപ്പോൾ അത് തന്നെയാണല്ലോ ഇതും. അപ്പോൾ നമുക്ക് നേരിട്ട് 20% എന്ന് കിട്ടും. ഇവിടെ ഈ ഒരു കാര്യം, ഈ ഒരു ഇക്വേഷനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെയാണ് ലോസ് പെർസെൻറ്റേജും. ഈ നമ്മുടെ CP, അതായത് 500നെ സംബന്ധിച്ചിടത്തോളം ഈ ലോസ്, അതായത് 100 രൂപയുടെ ലോസ് 500ൻ്റെ എത്ര ശതമാനമാണ്? അപ്പോൾ 500ൽ എത്ര പാർട്ടാണ്? 100 എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 100 ഡിവൈഡഡ് ബൈ 500 ഇൻറ്റു 100 അത്രയും പെർസെൻറ്റേജ് ആണെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു രീതിയിൽ സോൾവ് ചെയ്താലും മതി. അതാണ് എളുപ്പം. ഇത് നമുക്ക് CP എന്ന് പറയുന്നത് CP 500. ഇനി SP, ഇവിടെ CP 500 ആകുമ്പോൾ SPയും 500 ആണെങ്കിൽ നമുക്ക് നെയ്തർ പ്രോഫിറ്റ് നോ ലോസ് എന്ന് പറയാലോ. ഇവിടെ 500 രൂപ CPയും അതുപോലെ തന്നെ സെല്ലിംഗ് പ്രൈസും 500 രൂപയാണെങ്കിൽ അവിടെ പ്രോഫിറ്റും ഉണ്ടാവുന്നില്ല, ലോസും ഉണ്ടാവുന്നില്ല. ഇവിടെ കോസ്റ്റ് പ്രൈസ് 500 രൂപയും സെല്ലിംഗ് പ്രൈസ് 600 രൂപയും ആകുമ്പോൾ നമുക്ക് 20%ൻ്റെ പ്രോഫിറ്റ് ഉണ്ടാകുന്നുണ്ട്. അതാണല്ലോ ഇവിടെ സംഭവിച്ചത്. ഇനി കോസ്റ്റ് പ്രൈസ് 500ഉം സെല്ലിംഗ് പ്രൈസ് 400ഉം ആകുമ്പോൾ നമുക്ക് 20%ൻ്റെ ലോസ് ഉണ്ടാകുന്നുണ്ട്.
ഇനി ഇവിടെ കോസ്റ്റ് പ്രൈസ് തന്നിട്ടില്ലെങ്കിലും നമുക്ക് എത്ര പെർസെൻറ്റേജ് ആണെന്നും എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഉണ്ടെന്നും സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്നും തന്നാൽ നമുക്ക് കോസ്റ്റ് പ്രൈസ് എത്രയാണെന്ന് കണ്ടെത്താൻ പറ്റും. അത് അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് തന്നിട്ടില്ല എന്ന് ചിന്തിക്കുക. ഇനി നമുക്ക് സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 600 രൂപയാണ്. ഇനി നമ്മുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണെന്ന് തന്നിട്ടുള്ളത്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 20% ആണ്. ഇനി നമുക്കിതിൻ്റെ കോസ്റ്റ് പ്രൈസ് ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എപ്പോഴും ശരിക്കും കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100% ആണല്ലോ. 100% ആണ്. ഇവിടെ പ്രോഫിറ്റ് 20% ഉണ്ടെന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് 100 + 20%, അതായത് 120% ആണ് ഇപ്പോൾ വിറ്റത്. അതായത് നമ്മൾ വാങ്ങിച്ചത് 100%, അതായത് ഈ 100% എന്ന് പറയുന്നത് നമ്മുടെ 600 രൂപേനെയാണ് നമ്മൾ 100% എന്ന് പറയുന്നത്. ഇനി സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ലോസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണിത്. ഇത് വളരെ സിമ്പിളാണ്. പക്ഷേ ഇപ്പോഴും ചിലർക്കെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവില്ല. അത് ഒന്നുകൂടെ പറയാം. നമുക്കെപ്പോഴും കോസ്റ്റ് പ്രൈസ് നമുക്ക് എന്താണോ നമ്മൾ വാങ്ങിക്കുന്ന പ്രൈസ്, അതാണ് കോസ്റ്റ് പ്രൈസ്. അതെപ്പോഴും 100% ആണ്. അതാണ് നമ്മുടെ 100%. അപ്പോൾ അതിന് മേലെയാണ് നമ്മൾ പ്രോഫിറ്റ് ആണെങ്കിൽ അതിന് മേലെ കൂട്ടിയിട്ടാണ് എഴുതുന്നത്. അതായത് 20% പ്രോഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ 120% ഓഫ് CP എത്രയാണെന്ന് കണ്ടെത്തുക. അല്ലെങ്കിൽ 90% ആണെങ്കിൽ 90% ഓഫ് CP എത്രയാണ്, അതായിരിക്കും നമ്മുടെ സെല്ലിംഗ് പ്രൈസ്. അങ്ങനെയാണ് കണ്ടെത്തുന്നത്. അപ്പോൾ CP എപ്പോഴാണ് നമ്മുടെ 100% ആണെന്ന് സങ്കല്പിക്കുക. ഇനി SP എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. 100% ഓഫ് CP + 20% ഓഫ് CP ആണല്ലോ SP. അതായത് 20% ഓഫ് CP ആണ് നമ്മുടെ പ്രോഫിറ്റ്. 100% എന്ന് പറയുന്നത് നമ്മുടെ CP തന്നെയാണ്. ഇവിടെ CP എത്രയാണെന്ന് അറിയാം. 500 ആണ് CP. അപ്പോൾ അതിൻ്റെ 20% ആണ് 100. അതാണ് നമ്മുടെ പ്രോഫിറ്റ്. അപ്പോൾ 500 + 100 600 അതാണ് നമ്മുടെ SP. അതായത് 120% ഓഫ് CP ആണ് 600 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യമാണ് നിങ്ങൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർസെൻറ്റേജ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇവിടെ കോസ്റ്റ് പ്രൈസ് തന്നിട്ടില്ല എന്ന് കരുതുക. അപ്പോൾ നമുക്ക് സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്. സെല്ലിംഗ് പ്രൈസ് ഇതാണ് തന്നിട്ടുള്ളത് എന്ന് മാത്രം കരുതുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രോഫിറ്റ് 20% എന്ന് തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? 100% ആണ് നമ്മുടെ CP, അത് പ്ലസ് 20% ആണ് നമ്മുടെ SP. ഇങ്ങനെ മനസ്സിലാക്കാമല്ലോ. 20% എന്ന് പറഞ്ഞാൽ 20% ഓഫ് CP എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ CPയുടെ വെച്ചിട്ടാണല്ലോ നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ വാങ്ങിച്ച പ്രൈസ് എത്രയാണോ അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് പ്രോഫിറ്റ് ഉണ്ടായിട്ടുള്ളത്, അതാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. അപ്പോൾ 20%, അതായത് CPയുടെ 20% ആണ് പ്രോഫിറ്റ് ഉണ്ടായത്. അപ്പോൾ അത് CPയുടെ കൂടെ ആ ഒരു 20%ഉം കൂടെ ആഡ് ചെയ്തിട്ട് ഉള്ളതാണല്ലോ നമുക്ക് SP എന്ന് പറയുന്നത്. ആ ഒരു പൈസയ്ക്ക് വിറ്റത് കൊണ്ടാണല്ലോ നമുക്ക് 20% ലാഭം ഉണ്ടായത്. CPനേക്കാളും പിന്നെയും 20%, അതായത് 100 + 20 120% ആണ് SP. അതായത് CPയുടെ 120% ആണ് SP. അപ്പോൾ 120% SP ആണ്. അതായത് 120% 600 ആണ്. അപ്പോൾ 120% = 600. അപ്പോൾ നമുക്ക് 100% കണ്ടെത്തിയാൽ മതിയല്ലോ. 100% ആണല്ലോ CP എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 600 എന്ന വാല്യൂ 120% ആണെങ്കിൽ അതിൻ്റെ 100%, അതായത് 100% എത്രയാണെന്ന് കണ്ടെത്തിയാൽ നമുക്ക് CP കിട്ടിയല്ലോ. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ക്വസ്റ്റ്യൻ വരുമ്പോൾ. അപ്പോൾ 600 120% ആണെങ്കിൽ 100% എങ്ങനെയാണ് കണ്ടെത്തുന്നത്? 600 / 120 × 100. ഇങ്ങനെയാണ് നമ്മൾ 100% കണ്ടെത്തുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്കിത് ക്യാൻസൽ ചെയ്യാം. നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 50 എന്ന് കിട്ടുമല്ലോ. ഇവിടെ ക്യാൻസൽ ചെയ്തപ്പോൾ 50 എന്ന് കിട്ടി. 50 × 10 ഉണ്ട്. അപ്പോൾ 500 എന്ന് കിട്ടി. അപ്പോൾ ക്യാൻസൽ ചെയ്യേണ്ട കാര്യമൊന്നും പറയേണ്ടതില്ലല്ലോ. അപ്പോൾ 500 എന്ന് കിട്ടി. അപ്പോൾ അതാണ് നമ്മുടെ 100%. അപ്പോൾ
കോസ്റ്റ് പ്രൈസ് എന്താണ്? 500 ആണ്, അതാണ് 100%. അതിൻ്റെ മേലെ ഉണ്ടായിട്ടുള്ളതാണ് പ്രോഫിറ്റ്, അതായത് 100 + 20% പ്രോഫിറ്റ്, 120% ഓഫ് CP. അതാണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ ഇവിടെ സെല്ലിംഗ് പ്രൈസ് 600 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എങ്ങനെ കണ്ടെത്തണം? ഈ 600 120% ആണ്, പ്രോഫിറ്റ് പെർസെൻറ്റേജ് 20% ആയതുകൊണ്ട് ഈ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 120% ആയിരിക്കും. അപ്പോൾ അതിൻ്റെ 100% കണ്ടെത്തിയാൽ മതി, അതാണ് നമ്മുടെ CP. ഇനി ഇതുപോലെ തന്നെ ലോസ് പെർസെൻറ്റേജ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ, അതായത് സെല്ലിംഗ് പ്രൈസ് 400 ആവുമ്പോൾ നമുക്ക് ലോസ് ഓഫ് 20% ഉണ്ടായിട്ടുണ്ടല്ലോ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ ലോസ് 20% ആണെന്നും സെല്ലിംഗ് പ്രൈസ് 400 ആണെന്നും തന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കോസ്റ്റ് പ്രൈസ് കണ്ടെത്താമല്ലോ. അതായത് ഇവിടെ നമുക്ക് CP എപ്പോഴും 100% ആണ്. അപ്പോൾ ലോസ് 20% എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ CPയുടെ ആ 100% CPയുടെ നമ്മൾ വാങ്ങിച്ച പൈസ എത്രയാണോ അത്രയും പോലും നമുക്ക് വിറ്റപ്പോൾ കിട്ടിയില്ല, നമ്മൾ അതിൽ കുറച്ചൊരു പൈസക്കാണ്, അതായത് നമ്മുടെ CPയുടെ 80%-നാണ് വിൽക്കുന്നത്. അതായത് 100 - 20% ലോസ്. അപ്പോൾ 100 - 20 എത്രയാണ്? 80%. അപ്പോൾ 80% ഓഫ് CP, 80% ഓഫ് നമ്മുടെ ആക്ച്വൽ പ്രൈസ് ആണ് സെല്ലിംഗ് പ്രൈസ്. അതുകൊണ്ടാണല്ലോ അവിടെ 20%-ൻ്റെ നഷ്ടം ഉണ്ടായത്. 20% നഷ്ടത്തോടെയാണ് നമ്മൾ സെല്ല് ചെയ്തത്. അപ്പോൾ ആ ഒരു സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 80% ഓഫ് CP ആണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് 80% ഓഫ് CP എത്രയാണ്? 400 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 400 80% ആണ്. ഇനി ഇതിൻ്റെ 100% കണ്ടെത്തിയാൽ നമുക്ക് CP കിട്ടുമല്ലോ. 100% ആണല്ലോ CP. അപ്പോൾ 80% 400 ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 100% എളുപ്പത്തിൽ കണ്ടെത്താമല്ലോ. അതായത് 400 എന്ന് പറയുന്നത് 80 ആണ്. അപ്പോൾ ഇതിൻ്റെ 100% ഇങ്ങനെയാണല്ലോ കണ്ടെത്തുന്നത്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 500 എന്ന് കിട്ടും. അതാണല്ലോ നമ്മുടെ CP, അതാണല്ലോ നമ്മുടെ കോസ്റ്റ് പ്രൈസ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ കോസ്റ്റ് പ്രൈസ് തന്നിട്ടുണ്ടെങ്കിലും സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് തന്നിട്ട് പ്രോഫിറ്റ് പെർസെൻറ്റേജോ ലോസ് പെർസെൻറ്റേജോ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റത് കണ്ടെത്താൻ കഴിയും. അതായത് ഒന്നുകിൽ കോസ്റ്റ് പ്രൈസ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ കോസ്റ്റ് പ്രൈസും അതിൻ്റെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് പ്രൈസിൻ്റെ ആ ഒരു പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആണെങ്കിൽ കോസ്റ്റ് പ്രൈസിൻ്റെ ഇപ്പോൾ 20% പ്രോഫിറ്റ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ 100 + 20 120% ഓഫ് CP, അതായിരിക്കും നമ്മുടെ SP. ഇനി നമുക്ക് ലോസ് പെർസെൻറ്റേജ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ 100 ലോസ് 20% ലോസ് ആണെങ്കിൽ 100 - 20 80% ഓഫ് CP ആയിരിക്കും നമ്മുടെ SP. അങ്ങനെയാണ് CPയും ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് തന്നാൽ SP കണ്ടെത്തുന്നത്. ഇനി നേരെ തിരിച്ചാണെങ്കിൽ SP തന്നിട്ട് SPയും പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജും തന്നിട്ട് CP കണ്ടെത്താനാണെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. അതായത് അതിൻ്റെ ഇത് നമുക്ക് തന്നിട്ടുള്ളത് എത്ര പെർസെൻറ്റേജ് ആണ്, അതായത് ഇപ്പോൾ 20% ആണെങ്കിൽ ഇവിടെ 80% ആണെന്ന് സങ്കല്പിച്ചിട്ട് അതിൻ്റെ 100% കണ്ടെത്തുക, അതായിരിക്കും നമ്മുടെ കോസ്റ്റ് പ്രൈസ്. ഇനി പ്രോഫിറ്റ് ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ 20% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള വാല്യൂ, അതായത് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ആ 120% ആണെന്ന് ഊഹിച്ചിട്ട് അതിൻ്റെ 100% കണ്ടെത്തുക, അതായിരിക്കും നമ്മുടെ കോസ്റ്റ് പ്രൈസ്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നോക്കാം. എ ഷോപ്പ് കീപ്പർ സോൾഡ് ആൻ ആർട്ടിക്കിൾ ഫോർ Rs 2500. ഇഫ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ആർട്ടിക്കിൾ ഈസ് 2000, ഫൈൻഡ് ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. അപ്പോൾ ഇത് നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? ഇവിടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് കണ്ടെത്താനുള്ളത്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്താണ്? P/Profit/CP × 100. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എക്സാമിന് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് സോൾവ് ചെയ്യുന്നത്. നമ്മൾ സ്വാഭാവികമായിട്ട് ഇക്വേഷൻ എഴുതി പോകും. അപ്പോൾ അതിന് ഒരുപാട് സമയം നമ്മൾ കളയുന്നുണ്ട്. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടെത്താൻ P എത്രയാണെന്ന് കണ്ടെത്തണം. P എന്ന് പറഞ്ഞാൽ എന്താണ്? SP - CP ആണല്ലോ. അപ്പോൾ നമ്മുടെ SP എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? ഇവിടെ സെല്ലിംഗ് പ്രൈസ് 2500 ആണ്. അപ്പോൾ 2500 - 2000 / CP, അതായത് 2000. അപ്പോൾ ഇങ്ങനെയാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടെത്തുന്നത്. അപ്പോൾ 2500 - 2000 എന്ന് പറഞ്ഞാൽ 500 ആണ്. 500 / 2000 × 100 ഉണ്ട്.
അപ്പോൾ ഇൻറ്റു 100. അപ്പോൾ 500 2000 എത്രയാണ്? 4 തവണയാണല്ലോ. അപ്പോൾ 100/4 എന്ന് പറയുന്നത് 25% ആണ്. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് 25% ആണെന്ന് കിട്ടി. അതുതന്നെ നമ്മൾ പെർസെൻറ്റേജ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമല്ലേ? കാരണം ഈ ഇക്വേഷൻ്റെ കാര്യമൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 2500 രൂപയുടെ 2500 രൂപയ്ക്കാണ് വിൽക്കുന്നത്, അത് 2000 രൂപയ്ക്കാണ് വാങ്ങിച്ചത് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം 500 രൂപയുടെ പ്രോഫിറ്റാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്? 500 രൂപ 2000 രൂപയുടെ എത്ര പെർസെൻറ്റേജ് ആണ് എന്നത് മാത്രം കണ്ടെത്തിയാൽ മതിയല്ലോ. അപ്പോൾ 500 ഡിവൈഡഡ് ബൈ 2000 ഇൻറ്റു 100 എന്ന് സാധാരണ പെർസെൻറ്റേജ് കണ്ടെത്തുന്ന രീതിയിൽ കണ്ടെത്തിയാൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പം. അപ്പോൾ ആ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കാം. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ മാൻ പർച്ചേസ്ഡ് എ TV for Rs 8000 ആൻഡ് സെൽസ് ഇറ്റ് at 10% ലോസ്. വാട്ട് ഈസ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് TV? ഇവിടെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ പറയുന്നത്, എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും നല്ലത് നിങ്ങൾ പെർസെൻറ്റേജ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യുന്നതാണ്. അതാണ് ഓർത്തെടുക്കാനും എളുപ്പം. കാരണം പെർസെൻറ്റേജിൻ്റെ രീതിയിൽ മാത്രം ചിന്തിച്ചാൽ മതി, ഇക്വേഷനെ പറ്റി ചിന്തിക്കുകയേ വേണ്ട. പിന്നെ സമയം ലാഭിക്കാനും അതാണ് നല്ലത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് 8000 രൂപയ്ക്കാണ് സെല്ലിംഗ് പ്രൈസ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 10% ലോസ് ഉണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെല്ലിംഗ് പ്രൈസാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 8000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തതിന് 10% ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 8000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നതിന് CP ആണ് 8000. അപ്പോൾ CP 8000. ഇനി എന്താണ്? 8000 എന്ന് പറയുന്നത് നമ്മുടെ 100% ആണ്. ഇനി ലോസ് ഉണ്ടായിരിക്കുന്നത് 10% ആണ്. അപ്പോൾ 10% ലോസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90%-നാണ് നമ്മൾ വിൽക്കുന്നത് എന്നർത്ഥം. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 90% ഓഫ് CP ആണ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് കണ്ടെത്താൻ എളുപ്പമല്ലേ? 8000 രൂപയുടെ 90% കണ്ടെത്തിയാൽ മതിയല്ലോ. അതാണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ്. അതായത് 7200 ആണ് സെല്ലിംഗ് പ്രൈസ്. ഇങ്ങനെ പെർസെൻറ്റേജ് രീതിയിൽ ചിന്തിക്കുമ്പോഴല്ലേ ഇത് ശരിക്കും വളരെ എളുപ്പമായിട്ട് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ ഷോപ്പ് കീപ്പർ പർച്ചേസസ് എ ടേബിൾ ആൻഡ് സെൽസ് ഇറ്റ് ഫോർ Rs 4200. ഇഫ് ഹി ഇൻകേഴ്സ് എ ലോസ് ഓഫ് 20%, ഫൈൻഡ് ദ പ്രൈസ് ഓഫ് ടേബിൾ. അപ്പോൾ 4200 രൂപ എന്ന് പറയുന്നത് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് ആണ്. 4200. അപ്പോൾ ലോസ് എന്ന് പറയുന്നത് 20% ആണ്. ഇനി കോസ്റ്റ് പ്രൈസ് ആണ് കണ്ടെത്താനുള്ളത്. കോസ്റ്റ് പ്രൈസ് എന്താണ്? നമ്മുടെ 100% ആണല്ലോ. നമ്മുടെ 100% ആണ് കോസ്റ്റ് പ്രൈസ് എന്നത് എപ്പോഴും ഓർക്കുക. അപ്പോൾ 100%-ൽ നിന്നും ലോസ് ഉണ്ടായിട്ടുള്ളത് 20% ആണ്. അപ്പോൾ നമ്മുടെ 80% ആണ് ഈ SP എന്ന് പറയുന്നത്, അതായത് 4200. അപ്പോൾ ഇനി എന്താണ് കണ്ടെത്താനുള്ളത്? കോസ്റ്റ് പ്രൈസ് കണ്ടെത്താൻ നമുക്ക് 80% കിട്ടി. ഇനി 100% കണ്ടെത്തിയാൽ മതിയല്ലോ. 4200 ഡിവൈഡഡ് ബൈ 80 ഇൻറ്റു 100. 80% 4200 ആണ്. 100% ആണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യാമല്ലോ. 0 പോയി. ഇനി 8. അപ്പോൾ 5250 എന്ന ആൻസർ കിട്ടും. ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ഇതേ ആൻസർ തന്നെ കിട്ടുന്നതാണ്. പക്ഷേ ഏറ്റവും എളുപ്പമുള്ള രീതിയാണ് പെർസെൻറ്റേജ് മെത്തേഡ്. അപ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് ശീലിക്കുകയാണെങ്കിൽ എക്സാമിന് നിങ്ങൾക്ക് ഈ ഒരൊറ്റ കാൽക്കുലേഷൻ കൊണ്ട് തന്നെ ഇതൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ എഴുതി വെച്ചതാണ്. ഈ ഒരു 4200 ഡിവൈഡഡ് ബൈ 80 ഇൻറ്റു 100 എന്നത് മാത്രം നിങ്ങൾ എഴുതിയിട്ട് അത് സോൾവ് ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അനൂപ് ബോട്ട് എ ചെയർ ഫോർ Rs 1540 and sold it to Sandeep. If Anup earned a profit of 25%, find the selling price of chair. ഇവിടെ കോസ്റ്റ് പ്രൈസും പ്രോഫിറ്റ് പെർസെൻറ്റേജും തന്നിട്ടുണ്ട്. അതായത് കോസ്റ്റ് പ്രൈസ് 1540 ആണ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 25% ആണ്. അപ്പോൾ ഈ കോസ്റ്റ് പ്രൈസും അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെല്ലിംഗ് പ്രൈസാണ് കണ്ടെത്തേണ്ടത്. ഇവിടെ നേരത്തെ നമുക്ക് തന്നിട്ടുള്ളതാണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 100% ആണ്. പ്രോഫിറ്റ് ഉണ്ടായിരിക്കുന്നത് 25% ആണ്. അപ്പോൾ 125% ആണല്ലോ നമ്മുടെ SP. 125%-ൽ വിൽക്കുമ്പോഴാണല്ലോ 25% പ്രോഫിറ്റ്, അതായത് 100 + 25 അങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ
നമുക്ക് ഇവിടെ എന്താണ് സെല്ലിംഗ് പ്രൈസ് കാണാനായിട്ട് 125% കണ്ടെത്തിയാൽ മതി. അതായത് 125. അപ്പോൾ ഇത് എളുപ്പത്തിൽ ക്യാൻസൽ ചെയ്യാമല്ലേ. അപ്പോൾ 1540നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1925 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. അതായത് സെല്ലിംഗ് പ്രൈസ് ആണ് കാണുന്നതെങ്കിൽ ഡിവൈഡഡ് ബൈ 100 ആയിരിക്കും വരിക. ഇനി കോസ്റ്റ് പ്രൈസ് ആണ് കാണുന്നതെങ്കിൽ ഇൻറ്റു 100 ആയിരിക്കും. കാരണം കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ 100% ആണ്. അതുകൊണ്ട് എപ്പോഴും മേലെ ഇൻറ്റു 100 എന്ന രീതിയിലായിരിക്കും കോസ്റ്റ് പ്രൈസ് കാണുന്ന ക്വസ്റ്റ്യൻസിൽ നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ സെല്ലിംഗ് പ്രൈസ് ആണ് കാണുന്നതെങ്കിൽ അതിൻ്റെ കോസ്റ്റ് പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയാണല്ലോ സെല്ലിംഗ് പ്രൈസ് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100% ആണ്. അതുകൊണ്ട് കോസ്റ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ 100 എന്ന രീതിയിലായിരിക്കും സെല്ലിംഗ് പ്രൈസ് കാണാനുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കുക. പിന്നെ സെല്ലിംഗ് പ്രൈസ് കാണുമ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്താണ്? 100 പ്ലസ് എത്രയാണോ പ്രോഫിറ്റ് പെർസെൻറ്റേജ് അതിനെ കൊണ്ടായിരിക്കും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടാവുക. ഇനി ലോസ് ആണെങ്കിൽ 100 മൈനസ് ആ ലോസ് പെർസെൻറ്റേജ് എത്രയാണ് ആ വാല്യൂവിനെ കൊണ്ടായിരിക്കും നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ കോസ്റ്റ് പ്രൈസ് തന്നിട്ടുള്ളതുകൊണ്ട് അതാണ് നമ്മുടെ കോസ്റ്റ് പ്രൈസ് ഇതാണ്. അതെന്താണ്? 100% ആണല്ലോ അത്. അപ്പോൾ അതിൻ്റെ 125% കാണുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, രമേശ് ബോട്ട് എ സെൽ ഫോൺ ഫ്രം എ ഷോപ്പ്. ഇഫ് ഹി സെൽസ് ഇറ്റ് അറ്റ് Rs 8,400 to Anish and earns a profit of 12%, find the price at which Ramesh bought the സെൽ ഫോൺ. അപ്പോൾ നമുക്ക് സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട് 8,400 ആണ്. പിന്നെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്, അത് 12% ആണ്. ഇനി നമുക്ക് കോസ്റ്റ് പ്രൈസ് ആണ് കണ്ടെത്താനുള്ളത്. ഇനി സെല്ലിംഗ് പ്രൈസ് 8,400ഉം അത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് 12% എന്ന് തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്ന ഈ 8,400 നമ്മുടെ 100 പ്ലസ് 12%, അതായത് 112% ആണ് സെല്ലിംഗ് പ്രൈസ് എന്ന് എന്ന് മനസ്സിലാക്കാം. ഇനി സെല്ലിംഗ് പ്രൈസ് ആണ് കണ്ടെത്താനുള്ളത്, കോസ്റ്റ് പ്രൈസ് ആണ് കണ്ടെത്താനുള്ളത്. അതായത് 8,400 നമുക്ക് 112% ആണ്. ഇനി 100% ആണ് നമ്മുടെ കോസ്റ്റ് പ്രൈസ്. അത് കണ്ടെത്തിയാൽ മതി. അപ്പോൾ 7,500 എന്ന ആൻസർ കിട്ടും. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു കാര്യം മാത്രം ഓർത്താൽ മതി, കോസ്റ്റ് പ്രൈസ് നമ്മുടെ 100% ആണെന്നും അതുപോലെ തന്നെ പ്രോഫിറ്റ് പെർസെൻറ്റേജോ ലോസ് പെർസെൻറ്റേജോ തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് അത് കോസ്റ്റ് പ്രൈസിൽ നിന്നും പ്രോഫിറ്റ് ആണെങ്കിൽ കോസ്റ്റ് പ്രൈസിൻ്റെ 100% പ്ലസ് ആ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ് അത്രയായിരിക്കും അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്നും. അതുപോലെ തന്നെ സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് പ്രൈസ് കാണാനായിട്ട് ഇതുപോലെ തന്നെ അതിൽ നിന്ന് എത്രയാണ് പ്രോഫിറ്റ് എത്രയാണ് ലോസ് എന്നത് മനസ്സിലാക്കിയിട്ട് അത് 100%ൽ നിന്നും അത് കുറച്ചിട്ടോ അല്ലെങ്കിൽ കൂട്ടിയിട്ടോ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലെ ക്വസ്റ്റ്യൻസ് എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ കഴിയും. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. ഇതിൽ നിന്ന് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം. അപ്പോൾ പാർട്ട് 2 വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ എല്ലാവരും ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുകയും ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് സോൾവ് ചെയ്യുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. തുടർന്നും വീഡിയോസ് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. ഈ ചാനലിലെ മറ്റെല്ലാ വീഡിയോസും കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോസ് ടാബിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് സന്ദർശിക്കുക. താങ്ക്